തീപിടുത്തം അഗ്നിശമന സേനയ്ക്ക് സ്കൈ ലൈഫ് നൽകണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കോഴിക്കോട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വൻ തീപിടുത്തം നടന്നത്. ഇവിടുത്തെ മുകളിലത്തെ നിലയിലേക്ക് ഫയർ സർവീസ് എത്തിപ്പെടാൻ കഴിയാത്തത് തീ അണക്കൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കിയിരുന്നു. ആയതിനാൽ വളരെയധികം നിലകളുള്ള ഫ്ളാറ്റുകൾ, ആശുപത്രികൾ, കെട്ടിട സമുച്ചയങ്ങൾ മറ്റുമുള്ള കോഴിക്കോട് ഇത്തരം മനുഷ്യ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുവാനും ഉടൻ തന്നെ കോഴിക്കോട് ഫയർ സർവീസ് സേനയ്ക്ക് സ്കൈ ലൈഫ് സംവിധാനം ലഭ്യമാക്കണമെന്ന് പ്രസിഡന്റ് ഷെവിലിയർ സി ചാക്കുണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് നിവേദനം മുഖ്യമന്ത്രിക്ക് കോഴിക്കോട് അതിഥി മന്ദിരത്തിൽ MDC പ്രസിഡന്റ് ഷെവിലിയർ സി ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ സമർപ്പിച്ചു. നിലവിൽ തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ മാത്രമേ ഈ സംവിധാനം ഉള്ളൂ എന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മലബാർ ഒരു ജില്ലയിലും സ്കൈ ലിഫ്റ്റിൽ നിന്നും ഇത് എല്ലാ ജില്ലയിലും അനിവാര്യമാണ് എന്നും അവർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ MDC പ്രസിഡന്റ് ഷെവിലിയർ സി ചാക്കുണ്ണി, സീനിയർ വൈസ് പ്രസിഡന്റ് A ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സെക്രട്ടറിമാരായ കുന്നോത്ത് അബൂബക്കർ, റിയാസ് നേരോത്ത്, KC മാത്യു മൂലേപ്പാട്, PI അജയൻ, TP വാസു, CC മനോജ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിരവധി നിലയിലുള്ള ഫ്ളാറ്റുകളും കെട്ടിടങ്ങൾ, ആസ്പത്രികളുടെ കെട്ടിടങ്ങളും സാഹചര്യത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് ഇപ്പോൾ സ്കൈ ലിഫ്റ്റ് ഉള്ളത്. ആ സ്കൈ ലിഫ്റ്റ് അടിയന്തരമായിട്ട് കോഴിക്കോട്ട് നിന്ന് അനുവദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു നിവേദനം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എത്രയും വേഗം അനുവദിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാം അപാകതം പോരായ്മയുണ്ടെങ്കിലും അഗ്നിശമന സേനയുടെ പ്രവർത്തനം, പോലീസിൻ്റെ, KSയുടെ പ്രവർത്തനം വളരെയധികം നമ്മളത് അനുമോദിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ എയർപോർട്ടിൽ പാന്തർ പോലുള്ള ഫയർ എഞ്ചിനുകൾ നമുക്ക് കുറേക്കൂടി അത് ലഭിക്കാനുള്ള നിയമതടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.